നിയമസഭ പിടിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു മുന്നണികൾ. 110 സീറ്റ് ലക്ഷ്യമിട്ട് ഭരണ തുടർച്ച ഉറപ്പിക്കാൻ LDF. പദ്ധതികൾ വിശദീകരിക്കാൻ നിർണായക യോഗം നാളെ ചേരും. തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന സമരത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കും. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥികളിൽ ധാരണയാകാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള CPI നേതൃയോഗത്തിനും ഇന്ന് തുടക്കമാകും. തദ്ദേശ ജയത്തിലെ ആത്മവിശ്വാസത്തിൽ 100 സീറ്റ് ലക്ഷ്യമിട്ട് UDF ക്യാമ്പും സജ്ജമാണ്. 34 A ക്ലാസ് മണ്ഡലങ്ങളാണ് BJPക്ക് മുന്നിലുള്ള കടമ്പ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച കേരളത്തിലെത്തും. TV പ്രസാദും അർജുൻ കല്യാടുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം പ്രസാദിലേക്ക്. ഗുഡ് മോർണിംഗ് പ്രസാദ്. അങ്ങനെ മിഷൻ നിയമസഭയ്ക്കുള്ള ഒരുക്കങ്ങൾ വലിയ രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള ഇനി എന്തൊക്കെ നീക്കങ്ങൾ നടത്തണം എന്നുള്ളതാണ് LDFും UDFും പദ്ധതിയിടുന്നത്. ആ നീക്കങ്ങളിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന സമരത്തോടെ ഒരു പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണല്ലേ? അതുതന്നെയാണ്, സംസ്ഥാനത്ത് ഭരണം നേടുക എന്നുള്ളത് തന്നെയാണ് ഇരുമുന്നണികളുടെയും പ്രധാന ലക്ഷ്യം. LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക പോരാട്ടം തന്നെയാണ്. മൂന്നാമതവും ഭരണം കിട്ടിയാൽ അത് വലിയ നേട്ടമാകും എന്നുള്ളതിനൊപ്പം ഇപ്പോൾ രാജ്യത്ത് CPIM നേതൃത്വം നൽകുന്ന ഏക സർക്കാരുള്ള സ്ഥലം അത് കേരളമാണ് എന്നതാണ്. ഇവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്ത് തന്നെ വലിയ തിരിച്ചടി CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ UDFിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് ഇത്തവണത്തെ ഭരണം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ കൈവിട്ടത് എന്തു തന്നെയായാലും തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് 100 സീറ്റ് എന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ക്യാമ്പ് സമാപിച്ചത് എന്ന് നമുക്കെല്ലാവരും അറിയാം. പക്ഷേ 100 സീറ്റ് എന്ന ലക്ഷ്യം UDF ഉയർത്തുമ്പോൾ 100 അല്ല 110 കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്ത്. ഇനി മന്ത്രിമാർ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങണം എന്ന നിർദ്ദേശമൊക്കെയാണ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുമുള്ളത്. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് 3 മുന്നണിക്കും ഒരുപോലെ നിർണായകമാണ്. പ്രത്യേകിച്ച് LDFിനും UDFിനും അവർക്കത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ എല്ലാം ഉയർന്നുയർന്നു വരികയാണ്. ഇനി ഓരോന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസ്ഥാനത്ത് ചർച്ച ചെയ്യുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസായാലും പുനർജനി കേസായാലും ഓരോ വിഷയങ്ങളും അത് വലിയ ചർച്ചയാകും സംസ്ഥാനത്ത്. മാത്രവുമല്ല, മറ്റ് വിവാദങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഉണ്ടായ വിജയം, ആ വിജയത്തിൻ്റെ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിൽ ആകെ ഉള്ളത്. അതുകൊണ്ട് ഇത്തവണ ഭരണം പിടിക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് UDFിനുള്ളത്. എന്നാൽ LDF പറയുന്നത് വികസനം ജനം ഏറ്റെടുക്കും, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് LDFിനെയും നയിക്കുന്നത്. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. LDF UDF ക്യാമ്പിന്റെ നീക്കങ്ങളാണ് TV പ്രസാദ് നൽകിയത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഇനി BJPയുടെ നീക്കങ്ങളാണ് നമുക്കറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് ലഭിച്ച ഒരു ചെറിയ ആത്മവിശ്വാസമുണ്ട്. അതുമായി മുന്നോട്ട് പോയി മുതിർന്ന നേതാക്കളെ അമിത്ഷായെ അടക്കം കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് ഇനി BJPയുടെ നീക്കം. ഈ 34 A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അതായിരിക്കും ആദ്യം ഉണ്ടാവുക എന്നല്ലേ കരുതാൻ സാധിക്കുന്നത്. BJP ക്യാമ്പിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം ഇപ്പോൾ ഉള്ളത്. കാരണം സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ള മികച്ച വിജയം, ആ വിജയത്തിൻ്റെ ഒരു ആത്മവിശ്വാസം BJP നേതൃത്വത്തിന് ആകമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നേതാക്കൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു ചിട്ടയായ രീതിയിലുള്ളൊരു സംഘടനാ പ്രവർത്തനം നടത്തുക, അതിലൂടെ മികച്ച വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കുക എന്ന് തന്നെയാണ് BJP നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി തന്നെ 34 A ക്ലാസ് മണ്ഡലങ്ങൾ, അതായത് 140 മണ്ഡലങ്ങളിലും ഒരേപോലെ മത്സരിക്കുക, ഒരേപോലെയുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു പണിയെടുക്കുക എന്നതല്ല, 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെയുള്ള സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു തന്ത്രമാണ് BJP പയറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഞായറാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അന്ന് BJPയുടെ നേതൃയോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിനകത്ത് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കും. അതിനുശേഷം ഓരോ സ്ഥാനാർത്ഥികൾ, ഏത് നേതാവ് ഏത് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കണമെന്നത് വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുകയും ആ നേതാവ് ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ നേതാക്കളും മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി തന്നെ തിരുവനന്തപുരത്ത് എത്തും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്.
ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വി രാജേഷ് തന്നെ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ്. സ്വാഭാവികമായി 45 ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ വമ്പൻ ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിൻ്റെ ഒരു ഫാക്ടർ കേരളത്തിനകത്തും പ്രതിഫലിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം BJP ആവിഷ്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിജയ പ്രതീക്ഷയിലാണുള്ളത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും നേടുക എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ, അല്ലെങ്കിൽ 10 സീറ്റെങ്കിലും നേടാനുള്ള പ്രവർത്തനത്തിലാണ് BJP പ്രധാനമായും ഊന്നൽ നൽകുന്നത്. അതിനുവേണ്ടി 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ, മിഷൻ നിയമസഭയ്ക്കായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. TV പ്രസാദും അർജുൻ കല്യാടുമാണ് വിശദാംശങ്ങൾ നൽകിയത്.